വൈദേശികാധിപത്യം മൂലം മൺമറഞ്ഞുപോയ ദക്ഷിണ ഭാരതത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും പൗരാണിക കലകളെയും പുനരുദ്ധരിച്ച് യഥാർത്ഥ ഭാരത ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ ദക്ഷിൺ ഭാരത് ആർട്സ് സ്പോർട്സ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന NGOയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഹിന്ദി രാജ്യഭാഷാ പ്രതിനിധിയും മുൻ WFI നാഷണൽ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ M കൃഷ്ണമൂർത്തി. കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കലാകായിക സാംസ്കാരിക വൈഭവങ്ങളെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഡോക്ടർ M കൃഷ്ണമൂർത്തിയുടെ പ്രയത്നഫലമാണ് ഈ NGO. കാലയവനികയ്ക്കുള്ളിൽ അകപ്പെട്ടുപോയ ഗോത്രകലകളും സാംസ്കാരിക കലകളും ആയോധന കലകളായ വളരി കളരി പോലുള്ളവയും കായിക വിനോദങ്ങളും ദക്ഷിണ സംഗീത പാരമ്പര്യവും പുനരുജ്ജീവിപ്പിച്ച് ദക്ഷിണ ഭാരത പൈതൃകത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഡോക്ടർ M കൃഷ്ണമൂർത്തി ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കലാകായിക സാംസ്കാരിക ചരിത്ര മേഖലാ രംഗങ്ങളിൽ ദക്ഷിണ ഭാരതത്തിൽ നിപുണരായവർ ഏറെയുണ്ട്. എന്നാൽ അവർ പല കാരണങ്ങളാലും വിസ്മൃതിയിലാണ്. അവരുടെ കലാമഹിമയെ അതിന്റെ യഥാർത്ഥ വൈഭവത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശവും ഈ പദ്ധതിക്കുണ്ട്. പദ്ധതിയുടെ തുടക്കമെന്നോണം ദക്ഷിൺ ഭാരത് ആർട്സ് സ്പോർട്സ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലോഗോ പ്രകാശനം കോഴിക്കോട് കിഴക്കേ കോവിലകം ദിലീപ് രാജ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ദിലീപ് മഹാരാജയെ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും മധുരം പങ്കിട്ട് സൗഹൃദം പുതുക്കുകയും ചെയ്ത ഡോക്ടർ M കൃഷ്ണമൂർത്തി അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ സ്വദേശി ദർശനെക്കുറിച്ച് ദിലീപ് രാജയുമായി സംസാരിച്ചു. ജാതിമത ഭേദമന്യേ 1000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ശോച്യാവസ്ഥയിലുള്ള ആരാധനാലയങ്ങളെ കണ്ടെത്തി അവയെ പുനരുദ്ധരിച്ച് പഴമ നിലനിർത്തിക്കൊണ്ടു തന്നെ പൂർവ്വസ്ഥിതിയിലെത്തിക്കുകയും അതിനോടനുബന്ധമായി ആരാധനയ്ക്കായി എത്തുന്ന വിശ്വാസികൾക്ക് വിശ്രമിക്കാനും ഭക്ഷണം നൽകുന്നതിനും വേണ്ടി അന്യക്ഷേത്ര എന്ന പേരിൽ വിശ്രമ കേന്ദ്രവും ഊട്ടുപുരയും നിർമ്മിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ മഹത്തായ ആശയത്തിന് പൂർണ്ണ പിന്തുണ കിഴക്കേക്കോവിലകം ദിലീപ് രാജ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ 15-ലധികം ക്ഷേത്രങ്ങളുടെ ചരിത്രങ്ങളടങ്ങിയ പ്രോജക്ട് റിപ്പോർട്ട് ദിലീപ് രാജ സുഹൃത്തായ ഡോക്ടർ M കൃഷ്ണമൂർത്തിക്ക് കൈമാറുകയും അതിനെക്കുറിച്ചുള്ള ചെറുവിവരണം ദക്ഷിൺ ഭാരതിന്റെ സെക്രട്ടറി ജനറലും ഡോക്ടർ M കൃഷ്ണമൂർത്തിയുടെ പേഴ്സണൽ സെക്രട്ടറിയുമായ സുനിത R നായർക്ക് നൽകുകയും ചെയ്തു. മൂർത്തി സാറിനെ കണ്ടത് വളരെ ഒരു ഭാഗ്യമായി. ഭഗവാന്റെ നിയോഗം. രാജാവിനെ കണ്ടത് നമുക്ക് ഭാഗ്യം. തുടർന്ന് ദക്ഷിൺ ഭാരത് ആർട്സ് സ്പോർട്സ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നു. പ്രൊഫസർ ലത നായർ, മുൻ ഇന്ത്യൻ അംബാസിഡർ ശ്രീകുമാർ മേനോൻ, വള്ളുവനാട് ഇൻഫോസിസ് MD മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. ആക്ടിവിറ്റി പ്രൊമോഷൻ ഓഫ് സ്പോർട്സ് ആർട്സ് കൾച്ചർ. ഒരുപാട് കലകൾ ഇവിടെ നിന്നുപോയിട്ടുണ്ട്. അത് പ്രൊമോട്ട് ചെയ്തില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു വേദി ഒരുക്കും. സ്വദേശി ദർശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു പ്രോജക്ട് ഇപ്പൊ വേണം എന്ന് വിചാരിച്ചു വെച്ചാൽ ഈ ബിഗ് ബോസിന്റെ എന്തായിരിക്കും തന്ത്രം ഞാനൊന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഇത്രക്ക് ഞാനൊന്ന് നോക്കി ഇപ്പഴത്തെ അടിയൻ മൈൻഡ് ടിക്കുണ്ട് കാൽക്കുലേഷൻ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ലോഞ്ചിങ് അതൊക്കെ ഞാൻ വെറുതെ പെട്ടെന്ന് തോന്നാണ്. ഈ ആർട്സ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ഈസ് ഗുഡ്. എങ്ങനെയാണ് ഇതിലോട്ട് പോകാൻ ചോദിച്ചത്. അലയടിക്കുന്ന സാഗരത്തിൽ നിന്നും ജ്വലിച്ചുയർന്ന സൂര്യ തേജസ്സായി ദക്ഷിൺ ഭാരത് ഉയരുമെന്ന പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിച്ച് ദക്ഷിൺ ഭാരതിന്റെ ലോഗോയുടെ മൊമന്റോ ഡോക്ടർ M കൃഷ്ണമൂർത്തിയും സെക്രട്ടറി ജനറൽ സുനിത R നായരും ചേർന്ന് ദിലീപ് രാജയ്ക്ക് നൽകി ആദരിച്ചു. സാമൂതിരി കുടുംബത്തിന്റെ ആദരമായി പൊന്നാട അണിയിച്ചും കിഴക്കേ കോവിലകം ട്രസ്റ്റിന്റെ മൊമന്റോ ദിലീപ് രാജ ഡോക്ടർ M കൃഷ്ണമൂർത്തി കൈമാറി ആശ്ലേഷിച്ചുമാണ് ഇരുവരും പിരിഞ്ഞത്.